എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്നലെ നടന്ന ദേവസ്വം ബോർഡ് LD പരീക്ഷയുടെ മലയാളം വിഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവയുടെ വിശദീകരണങ്ങളുമാണ്. എല്ലാ മുൻവർഷ ചോദ്യങ്ങളെയും പോലെ തന്നെ ഇത്തവണയും മലയാളം കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. മലയാളത്തിന് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം മുൻവർഷ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത്തവണയും മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയിൽ കണ്ടത് അല്ലേ. എതിർലിംഗം, വിപരീതം, പര്യായം, പദശുദ്ധി, വാക്യശുദ്ധി, ശൈലി, പരിഭാഷ അല്ലേ, സമാന പദം, ഇവയെല്ലാം ഇത്തവണയും സിലബസിലുള്ളതുപോലെ തന്നെ സിലബസിലെ അധിഷ്ഠിതമായ ചോദ്യങ്ങൾ തന്നെയായിരുന്നു വന്നത്. നോക്കുക, ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു പിള്ളേരെ? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദമായി വരുന്ന പദം ഏത്? വിദ്വാൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം എതിർലിംഗം എന്ന വിഭാഗത്തിൽ വരുന്നതാണ് അല്ലേ. നിങ്ങൾക്ക് രണ്ട് കാര്യം അടിസ്ഥാനപരമായിട്ട് അറിയണം. നാമവും ലിംഗവും. എന്താണ് പിള്ളേരെ നാമം എന്ന് പറഞ്ഞാൽ? എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദമാണ് നാമം. എന്താണ്? എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദമാണ് നാമം. ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ പേരാകാം. നാമം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ പേരാകാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരാകാം, അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരാവാം. എന്തിൻ്റെങ്കിലും പേരായ ശബ്ദമാണ് പിള്ളേരെ എന്ത്? നാമം. ആ നാമം ഏത് ജാതിയെ കുറിക്കുന്നു എന്നുള്ളതാണ് എന്ത്? ലിംഗം എന്ന് പറയുന്നത്. അപ്പോൾ നാമം ഏത് ജാതിയെ കുറിക്കുന്നു? സ്ത്രീജാതി, പുരുഷജാതി എന്നിങ്ങനെ രണ്ട് ജാതികളാണ് പ്രധാനമായിട്ടും ഭാഷയിൽ പഠിക്കാനുള്ളത്. സ്ത്രീജാതിയെ കുറിക്കുന്നത് സ്ത്രീലിംഗം, പുരുഷജാതിയെ കുറിക്കുന്നത് പുല്ലിംഗം. ഇനി സ്ത്രീ എന്നും പുരുഷനെന്നും ഇതുവരെ വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്തൊരു നാമവിഭാഗമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് നപുംസകലിംഗം. ന പുല്ലിംഗം, ന സ്ത്രീലിംഗം എന്ന് ഓർത്താൽ മതി. പുല്ലിംഗവും ഇല്ല, സ്ത്രീലിംഗവും ഇല്ല എന്ന് ഓർത്താൽ മതി. പലരും നപുംസകലിംഗം വളരെ എന്തോ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞ് അല്ലേ പഠിക്കുമ്പോൾ തന്നെ വലിയൊരു ആശങ്ക മനസ്സിലിട്ടുകൊണ്ട് നമ്മൾ ഈ നപുംസകലിംഗം പഠിക്കുക. അതുകൊണ്ടാണ് പലർക്കും എന്താണ് നപുംസകലിംഗം എന്ന് ഇപ്പോഴും ഒരു ധാരണയില്ലാത്തത്. ഇത്രയേ ഉള്ളൂ പിള്ളേരെ. ഇതുവരെ സ്ത്രീ എന്നോ പുരുഷനെന്നോ വേർതിരിച്ചിട്ടില്ല എന്ന് പഠിക്കുക. നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേന, അതിനെ ആൺപേന എന്നോ പെൺപേന എന്നോ ആരെങ്കിലും വേർതിരിച്ചിട്ടുണ്ടോ? നിങ്ങളിരിക്കുന്ന ബെഞ്ച് അല്ലെങ്കിൽ കസേര സ്ത്രീ എന്നോ പുരുഷനെന്നോ ആരെങ്കിലും വേർതിരിച്ചിട്ടുണ്ടോ? നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പുസ്തകം, ആൺപുസ്തകം പെൺപുസ്തകം എന്ന് പറയൂ. വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കല്ല്, ആൺകല്ല് പെൺകല്ല് എന്ന് പറയൂ? ഇല്ല. ഇതുവരെ പ്രകൃതിയിൽ സ്ത്രീ എന്നും പുരുഷനെന്നും വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്ത നാമവിഭാഗമാണ് എൻ്റെ പിള്ളേരെ എന്ത്? നപുംസകലിംഗം. അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് മരം. നമ്മൾ ബയോളജി പഠിക്കും ആൺമരം പെൺമരം എന്നൊക്കെ ഉണ്ട്. പക്ഷേ മലയാള ഭാഷയിൽ മരം എന്ന് പറഞ്ഞാൽ, നദി എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ പർവ്വതം, മല, ഇവയെല്ലാം നപുംസകമാണ് പിള്ളേരെ. കല്ല്, മരം, നദി, പർവ്വതം, മല ഇവയെല്ലാം നപുംസകമാണ്. സ്ത്രീ എന്നും പുരുഷനെന്നും വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്ത നാമവിഭാഗമാണ്. സ്ത്രീജാതിയെക്കുറിച്ചാൽ സ്ത്രീലിംഗം, പുരുഷജാതിയെക്കുറിച്ചാൽ പുല്ലിംഗം. ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കട്ടെ. ദ്രാവിഡ ഭാഷയിൽ, ഒന്നുകൂടെ പറയാം, ദ്രാവിഡ ഭാഷയിൽ ലിംഗം വേർതിരിക്കുന്നത് അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുൻവർഷ ചോദ്യമാണേ. ദ്രാവിഡ ഭാഷയിൽ ലിംഗം വേർതിരിക്കുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിള്ളേരെ? അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദ്രാവിഡ ഭാഷയിൽ ലിംഗം വേർതിരിക്കുന്നത് ഡാഷിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ഉത്തരം? ദ്രാവിഡ ഭാഷയിൽ ലിംഗം വേർതിരിക്കുന്നത് അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നോക്കുക, നമ്പൂതിരി എന്നതിൻ്റെ എതിർലിംഗം എന്താണ്? അന്തർജനം. പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് നമ്പൂതിരി അല്ലേ. അകത്തിരിക്കുന്ന ആളുകളാണ് അന്തർജനം. നമ്പൂതിരി എന്നതിൻ്റെ എതിർലിംഗമാണ് എന്ത്? അന്തർജനം. ചാക്യാർ എന്നതിൻ്റെ എതിർലിംഗം ചോദിച്ചാൽ ഇല്ലോടമ്മയാണ്. എങ്ങനെയാണ് ഓർക്കുക? ചാക്യാർ കൂത്ത് ഇല്ലങ്ങളിലാണ് നടക്കുക എന്ന് ഓർത്താൽ മതി. വെറുതെ ഓർക്കാൻ വേണ്ടി പറയുകയാണേ. ചാക്യാർ കൂത്ത് എവിടെ നടക്കുക? ഇല്ലങ്ങളിലാണ് നടക്കുക. ചാക്യാർ എന്നതിൻ്റെ എതിർലിംഗമാണ് ഇല്ലോടമ്മ. പലരും ഇത് തെറ്റിക്കും. നമ്പൂതിരി, അന്തർജനം, ചാക്യാർ, ഇല്ലോടമ്മ, നമ്പ്യാർ, നങ്ങ്യാർ. ഒന്നുകൂടെ, നമ്പൂതിരി, അന്തർജനം, ചാക്യാർ, ഇല്ലോടമ്മ, നമ്പ്യാർ, നങ്ങ്യാർ. ജഗതിയുടെ പഴയകാല സിനിമകളിൽ സ്ഥിരമായിരുന്നു അല്ലേ. അങ്ങുന്ന് കൊച്ചമ്മ, കൈമൾ കുഞ്ഞമ്മ, മാടമ്പി കെട്ടിലമ്മ. അങ്ങുന്ന് കൊച്ചമ്മ, കൈമൾ കുഞ്ഞമ്മ, മാടമ്പി കെട്ടിലമ്മ. മാടമ്പിയെ കിട്ടിയെന്ന് ഓർത്താൽ മതി. അങ്ങൊന്ന് കൊച്ചമ്മ, കൈമൾ കുഞ്ഞമ്മ, മാടമ്പി കെട്ടിലമ്മ. അതോടെ ഓർക്കണം. ലേഖകൻ, ലേഖിക അല്ലേ. നിരൂപകൻ, നിരൂപിക. കവി, കവയിത്രി. ഇങ്ങനെ പിള്ളേരെ കവയിത്രി എഴുതുക. കവ എന്ന് എഴുതിയിട്ട് യാ വള്ളി ത്രീ. പലരും ഇത് എഴുതുമ്പോൾ തെറ്റിക്കും. അപ്പോൾ നമ്മളൊരു ടെക്നിക്കാണ് കവ യാ വള്ളി ത്രീ. പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ പഠിച്ചാൽ മതി. കവ യാവള്ളി ത്രീ എന്ന് പറഞ്ഞാൽ 3 നിലടത്തിൽ എഴുതാൽ മതി കേട്ടോ.
അപ്പോൾ കവ യാവള്ളി സ്ത്രീയാണ് കവയിത്രി, അതോട് ഓർത്ത് വയ്ക്കണേ. അപ്പോൾ വിദ്വാൻ എന്നതിൻ്റെ വിപരീതമാണ് നമ്മളോട് ചോദിച്ചത്. വിദ്വാൻ എന്നതിൻ്റെ എതിർലിംഗമാണ് ഇവിടെ ശരിക്ക്. വിപരീതം എന്ന വാക്ക് ഉപയോഗിക്കരുത് പിള്ളേരെ, എതിർലിംഗം. ഓക്കെ, ക്ഷമിക്കണം. വിദ്വാൻ എന്നതിൻ്റെ എതിർലിംഗമാണ്. വിദ്വാൻ എന്നതിൻ്റെ എതിർലിംഗം പറഞ്ഞ് പിള്ളേരെ വിദുഷി അല്ലേ, പണ്ഡിതൻ പണ്ഡിത, വിദഗ്ധൻ വിദഗ്ധ, ഗവേഷകൻ ഗവേഷക, നിരൂപകൻ നിരൂപിക, വിധേയൻ വിധേയ അല്ലേ, നമ്പൂതിരി അന്തർജനം, മാടമ്പി കെട്ടിലമ്മ, കൈമൾ പറഞ്ഞേ അങ്ങുന്ന് കൊച്ചമ്മ, കൈമൾ കുഞ്ഞമ്മ. ഗുരുവചനം എന്ന പദം ഘടകപദമാക്കുമ്പോൾ വരുന്നത് ഏത്? ഗുരുവചനം. പറഞ്ഞേ, ഗുരുവിൻ്റെ വചനം അല്ലേ, ഗുരുവിൻ്റെ വചനമാണ് ഗുരുവചനം. താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പറഞ്ഞേ പിള്ളേരെ, പൂജക ബഹുവചനമാണ് ചോദ്യം. എന്താണ് വചനം? പറഞ്ഞേ. ഒരു നാമം ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതാണ് വചനം. നാമത്തിൻ്റെ എണ്ണത്തെ കുറിക്കുന്നതാണ് പിള്ളേരെ വചനം എന്ന് പറഞ്ഞാൽ. ഒരു നാമം ഒന്ന് മാത്രമാണ്, ഒരു പേര് ഒന്നിനെ മാത്രം കുറിച്ചാൽ അത് ഏകവചനമാണ്. പേന നമ്മുടെ കയ്യിൽ ഒന്നേ ഉള്ളൂ എങ്കിൽ അത് ഒന്നിനെ മാത്രം കുറിക്കുന്നു, ഏകവചനമാണ് അല്ലേ. പുസ്തകം ഒന്നേ ഉള്ളൂ, ഏകവചനമാണ്. അപ്പോൾ നാമത്തിൻ്റെ എണ്ണത്തെ കുറിക്കുന്നതാണ് വചനം. ഒന്നിനെ മാത്രം കുറിക്കുന്നു എങ്കിൽ ആ നാമം എന്താണ്? ഏകവചനമാണ്. ഒന്നിലധികം അഥവാ നാമത്തിൻ്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ്, ഒന്നിലധികമുള്ള നാമത്തെ സൂചിപ്പിക്കുന്നതാണ് ബഹുവചനം. ഓക്കെ, നമ്മുടെ ദ്രാവിഡ ഭാഷയിൽ 2 തരം വചനമേ ഉള്ളൂ, ഏകവചനവും ബഹുവചനവും. സംസ്കൃതത്തിലാണെങ്കിൽ 3 ഉണ്ട്, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. നമുക്ക് പഠിക്കാനുള്ളത് മാത്രം പഠിച്ചാൽ പോരെ പിള്ളേരെ. പറഞ്ഞേ, ദ്രാവിഡ ഭാഷയിൽ എത്ര തരം വചന? 2 തരം, ഏകവചനവും ബഹുവചനവും. എന്താ പിള്ളേരെ വചനം? നാമത്തിൻ്റെ എണ്ണത്തെ കുറിക്കുന്നത്. എണ്ണം ഒന്നാണ്, നാമത്തിൻ്റെ എണ്ണം ഒന്നാണെങ്കിൽ അത് ഏകവചനം, നാമത്തിൻ്റെ എണ്ണം ഒന്നിൽ കൂടുതലാണെങ്കിൽ ബഹുവചനം. ഏകവചന നാമങ്ങൾക്കൊപ്പം ബഹുത്വം സൂചിപ്പിക്കുന്നതിനായി ബഹുവചന പ്രത്യയങ്ങളായ, വളരെ പ്രധാനപ്പെട്ടതാണ്, ഏകവചന നാമങ്ങൾക്കൊപ്പം ബഹുത്വം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു നമ്മൾ പിള്ളേരെ? ബഹുവചന പ്രത്യയങ്ങളായ കള്ളെന്നോ മാറെന്നോ അറെന്നോ ചേർക്കും. കള്ള്, മാർ, അറ് ഇവ ചേർക്കുന്നതാണ് എന്ത്? ബഹുവചനം. ഏകവചന നാമങ്ങൾക്കൊപ്പം ബഹുവചന പ്രത്യയങ്ങളായ കള്ളെന്നോ മാറെന്നോ അറെന്നോ ചേർക്കുന്നതാണ് എന്ത്? ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൂജക ബഹുവചനം എന്താണെന്ന് ഇവിടെ പറഞ്ഞുതരാം. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബഹുവചനത്തെ 3ആയി തിരിക്കും. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. നമ്മൾ നേരത്തെ പറഞ്ഞു, എണ്ണം കൊണ്ട് ഒന്നിനെ മാത്രം കുറിക്കുന്നതാണ് ഏകവചനം. ബഹുവചനം എന്ന് പറഞ്ഞാൽ എണ്ണത്തിലും അധികം ഉണ്ടാവും. അപ്പോൾ കുട്ടി എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ, അത് ഏകവചനമാണ്. എടുത്ത് ചോദിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. മലയാള ഭാഷയിൽ ഏകവചനത്തിൻ്റെ പ്രത്യയം ഏതെന്ന് ചോദിക്കും. അപ്പോൾ അതിൽ ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല എന്നുണ്ടാവും. നമ്മൾ എന്ത് കറക്കി കുത്തിയാലും പലർക്കും ഇതൊന്നുമല്ല കറക്കി കുത്താൻ ഭയങ്കര പേടിയല്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ കിട്ടണം പിള്ളേരെ, മലയാള ഭാഷയിൽ അഥവാ ദ്രാവിഡ ഭാഷയിൽ എന്തില്ല? ഏകവചനത്തിന് പ്രത്യയമില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ ഉണ്ടെന്ന് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇല്ല എന്ന് പഠിക്കണം. ഗ്രാമർ എന്നതിൻ്റെ സ്പെല്ലിംഗ് എന്താ? GRAMMAR ആണ്. ഗ്രാമറിൽ ഇ ഇല്ല അല്ലേ, ഗ്രാമറിൽ ഇ ഇല്ല. ദ്രാവിഡ ഭാഷയിൽ എന്തില്ല? ദ്വിവചനമില്ല. ഏകവചനത്തിന് പ്രത്യയമില്ല. ഏകവചനത്തിന് എന്തില്ല പിള്ളേരെ? പ്രത്യയമില്ല. കുട്ടി എന്ന പേര് മാത്രമാണ്, അതിനോടൊപ്പം വേറെ ശബ്ദമൊന്നും ചേരുന്നില്ലല്ലോ. അമ്മ എന്ന പേര് മാത്രം ഒരാളെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ഒന്നിലധികം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പേന ഒന്നിലധികം ഉണ്ടെങ്കിൽ പേന എന്ന നാമത്തോടൊപ്പം നിങ്ങൾ കള്ള എന്ന പ്രത്യയം ചേർക്കും. കള്ള എന്നത് ബഹുവചന പ്രത്യയം ആയതുകൊണ്ട് നമ്മളതിനെ വിളിച്ചു ബഹുവചനം. കുട്ടികൾ ഒന്നിലധികം ഉണ്ട്, കുട്ടികൾ ബഹുവചന. അമ്മമാർ ഒന്നിലധികം ഉണ്ട്, അവിടെ മാർ എന്ന പ്രത്യയം ചേർത്തു. അച്ഛന്മാർ അല്ലേ, സഹോദരർ എന്ന് പറയുമ്പോൾ അർ എന്ന പ്രത്യയം ചേർത്തു, അവിടെ ഒന്നിലധികം ഉണ്ടെന്നുള്ള അർത്ഥത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ പൂജക ബഹുവചനം എന്ന് പറയുന്നത് നോക്കുക, ബഹുവചനത്തെ 3ആയി തിരിച്ചാണ്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. പൂജക ബഹുവചനം എപ്പോഴും എല്ലാ പരീക്ഷയ്ക്കും എടുത്ത് ചോദിക്കുന്നതാണ്. എണ്ണം കൊണ്ട് ഒന്നേ ഉണ്ടാവുള്ളൂ, അവ എണ്ണത്തിൽ ഒന്നേ ഉള്ളൂ, ഏകവചനമാണ്. ആ ഏകവചന നാമത്തോടൊപ്പം ബഹുമാനം കാണിക്കാൻ വേണ്ടി നമ്മൾ വയസ്സായ ആളുകൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്ന ആളുകളെ കാണുമ്പോൾ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യും? മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ മടക്കി കുത്തൊന്ന് അഴിക്കും അല്ലേ, അങ്ങനെയാണ് ബഹുമാനം കാണിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭാഷയിൽ ഏകവചന നാമത്തോടൊപ്പം ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൾ, മാർ, അർ, അർ അല്ലേ, കൾ, മാർ, അർ, ആർ. പറഞ്ഞ പിള്ളേരെ, കൾ, മാർ, അർ എന്നതിനോടൊപ്പം ആർ എന്നൊരു പ്രത്യയം കൂടെ ചേർക്കും. എന്താ പിള്ളേരെ? ആർ. അതോടെ ഓർത്ത് വയ്ക്കണേ. അപ്പോൾ ബഹുമാന സൂചകമായിട്ട് ഏകവചന നാമത്തോടൊപ്പം ഈ പ്രത്യയങ്ങൾ ചേർന്നത് എന്തായിരിക്കും പിള്ളേരെ? പൂജക ബഹുവചനമായിരിക്കും. ഒന്നുകൂടെ പറയാം, ഏകവചന നാമങ്ങൾക്കൊപ്പം ബഹുമാന സൂചകമായി കള്ളെന്നോ മാറെന്നോ അറെന്നോ ചേർത്താൽ അതിനൊപ്പം ആർ എന്നോട് ഓർത്തു വയ്ക്കണം. ഏകവചന നാമങ്ങൾക്കൊപ്പം ബഹുമാന സൂചകമായി ബഹുവചന പ്രത്യയങ്ങളായ കൾ, മാർ, അർ, ആർ എന്നിവ ചേർക്കുന്നതിനെയാണ് പൂജക ബഹുവചനം എന്ന് വിളിക്കുക.
നിങ്ങൾക്ക് നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ വൈദ്യ എന്നാണ് വിളിക്കുക, വൈദ്യർ എന്നാണ് വിളിക്കുക. ഭാഗവത എന്നാണ് വിളിക്കുക, ഭാഗവതരെ എന്നാണ് വിളിക്കുക. ദ്രോണ എന്നാണ് വിളിക്കുക, ദ്രോണരെ എന്നാണ് വിളിക്കുക. ഒന്ന് ഓർത്താൽ പോരെ. അവരൊക്കെ ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ വൈദ്യ എന്ന് വിളിക്കാൻ നമുക്ക് എന്തൊരു ബഹുമാനക്കുറവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അർ എന്നൊരു പ്രത്യയം ചേർത്ത് വൈദ്യരേ. അർ എന്ന പ്രത്യയമാണ്, ബഹുമാനം കാണിക്കാനാണ്. ഒരാളേ ഉള്ളൂ വൈദ്യരെ എന്ന് വിളിക്കണം, ഒരാളേ ഉള്ളൂ. വൈദ്യ എന്ന് വിളിച്ചാൽ പോരെ. പക്ഷേ ഒരു ബഹുമാനക്കുറവ് അല്ലേ. അപ്പോൾ ബഹുമാനം കാണിക്കാൻ നമ്മൾ അറ് ചേർത്ത് കൊടുത്തു. ഭാഗവതർ അറ് ചേർത്തു അല്ലേ. ന്യായാധിപർ, പത്രാധിപർ, ഭീഷ്മർ, ദ്രോണർ, ധൃതരാഷ്ട്രർ ഇവരുടെ ഒപ്പൊക്കെ നമ്മൾ അറ് എന്ന പ്രത്യയം ചേർക്കുന്നത് ബഹുമാനം കാണിക്കാനാണ്. നിങ്ങളെന്ന് പറയുമ്പോൾ ഒന്നിലധികമുള്ള ആളുകളെയാണ് നമ്മൾ സാധാരണ നിങ്ങളെന്ന് വിളിക്കുക. പക്ഷേ നമ്മളെക്കാൾ വയസ്സിന് മുതിർന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ നിങ്ങളെന്ന് അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാണ്. താങ്കൾ എന്ന് പറയുന്നതും അവർകൾ എന്ന് പറയുന്നതും നിങ്ങളെന്ന് പറയുന്നതും ബഹുമാന സൂചകമാണ്. ഏകവചന നാമത്തോടൊപ്പം ബഹുമാന സൂചകമായിട്ട് കള്ളെന്നോ മാറെന്നോ അറെന്നോ ചേർക്കുന്നതാണ് പിള്ളേരെ എന്ത്, പൂജക ബഹുവചനം. അതോട് ഓർത്ത് വയ്ക്കണം, പൂജക ബഹുവചനം. എന്താണ്, പൂജിക്കാൻ വേണ്ടി, ആരാധിക്കാൻ വേണ്ടി അല്ലേ. അതോട് ഓർത്ത് വയ്ക്കണേ. ഓക്കെ, അടുത്തത് നോക്കുക. കുചേലൻ എന്ന പദത്തിന് വിപരീതമായി വരുന്ന പദം. കുചേലൻ പറഞ്ഞേ, കുചേലൻ കുബേരൻ. എന്താണ് കുചേലൻ കുബേരൻ, കുചേലൻ കുബേരൻ. ഉത്തമൻ എന്താ പിള്ളേരെ, അധമൻ. ഉത്തമൻ അധമൻ. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശുദ്ധിരൂപം കണ്ടെത്തുന്നത്. പീഡനം. പീഡനം സാധാരണ ഡായാണ്. ഓക്കെ, ഈ സാധാരണ ഡായാണ്, ഉള്ളിലേക്ക് കുനിപ്പൊന്നുമില്ല. പക്ഷേ മൂഢൻ എന്ന് എഴുതുമ്പോൾ എന്താണ് പിള്ളേരെ, ഉള്ളിലേക്ക് കുനിപ്പുണ്ട്. മൂഢൻ. ഇതോട് ഓർത്ത് വയ്ക്കണേ. അടിമത്തമാണ്. അടിമത്തം തായാണ് അല്ലേ. അടിമത്തം എന്നുള്ളതാണ്. നിഘണ്ടു, മേഘത്തിലെ ഗായാണ് നിഘണ്ടു. ഈ ഗായാണ് വേണ്ടത് അല്ലേ. ഉച്ചാടനം, അച്ചാറിലെ ചായയാണ് ഉച്ചാടനം. അയിത്തോച്ചാടനം എന്ന് കിട്ടണം അല്ലേ. അപ്പോൾ ഉച്ചാടനം ഈ ചായയാണ് എൻ്റെ പിള്ളേരെ. അതോട് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഉച്ചാടനം സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ അടിമത്തം, നിഘണ്ടു, അതുപോലെ തന്നെ ഓർത്ത് വയ്ക്കുക സ്ഥിരം ചോദ്യമാണ്. പീഡനം. ഓക്കെ, പീഡനം. അതോടെ നോക്കണം. അടുത്തത് ശരിയായ വാക്യം കണ്ടെത്തുക. നാളെ രാവിലെ 10 മണി മുതൽ പൊതുയോഗം നടത്തപ്പെടും. പണ്ട് ഇതേ ഒരു ടൈപ്പ് ചോദ്യം ഉണ്ടായിരുന്നു. നല്ല ഇനം ഇറച്ചിക്കോഴികൾ വിൽക്കപ്പെടും. എൻ്റെ പിള്ളേരെ ഓർക്കണം, നടത്തപ്പെടും വിൽക്കപ്പെടും എന്നൊന്നും പറയില്ല. നടത്തും, വിൽക്കും അല്ലേ. ഇറച്ചിക്കോഴികൾ വിൽക്കും, ആ പ്രയോഗമായിരുന്നു ശരി. അതുപോലെ തന്നെ പൊതുയോഗം നടത്തും എന്ന പ്രയോഗമാണ് ശരി. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലേ, അജ്ഞത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ വാക്യത്തിൽ സംഭവിക്കുന്ന ദോഷത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാക്യശുദ്ധി. 4 തരത്തിലാണ് വാക്യശുദ്ധി വരിക. പൗനരുക്തിയം അഥവാ പുനരുക്തി. എല്ലാവർക്കും അറിയാം, പുനർ എന്നാൽ വീണ്ടും, ഉക്തി എന്ന് പറഞ്ഞാൽ പറയുക. ഒരു വാക്യത്തിൽ ഒരിക്കൽ പറഞ്ഞത് അതേ അർത്ഥമുള്ള വാക്ക് വീണ്ടും ആവർത്തിക്കുന്നതിനെ പൗനരുക്തിയം എന്നാണ് പറയുക. ഒരു പദത്തിൻ്റെ ക്രമം അല്ലേ നോക്കുക. കർത്താവ്, കർമ്മം, ക്രിയ എന്ന ഘടനയിൽ വരുന്ന മാറ്റം മൂലം സംഭവിക്കുന്നതാണ് പദക്രമഭംഗം. അത് 2ാമത്തെ ദോഷമാണ്. 3ാമത്തെ സമുച്ചയ വികല്പ നിപാത ദോഷം. സമുച്ചയം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്ന. 2 വാക്യത്തിലെ വാക്കുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത്, ഒരു വാക്യത്തിലെ വാക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ദോഷമാണ് സമുച്ചയ വികല്പ നിപാത ദോഷം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം വരുന്നതായിരുന്നു വിലക്ഷണ പ്രയോഗം. പ്രയോഗത്തെറ്റോ അക്ഷരത്തെറ്റോ കൊണ്ട് സംഭവിക്കുന്നു. പ്രയോഗത്തെറ്റോ അക്ഷരത്തെറ്റോ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരേ അർത്ഥമുള്ള 2 വാക്ക് ഒരുമിച്ച് വേണ്ട എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. അതിനെ വിളിക്കുന്ന പേരാണ് പുനരുക്തി അഥവാ പൗനരുക്തി. പിന്നെ 2ാമത് പറഞ്ഞതാണ് വിലക്ഷണ പ്രയോഗം എന്നോട് ഓർക്കണം. 2ാമത് പറഞ്ഞത് നമ്മളെ എന്തായിരുന്നു, പദക്രമഭംഗം, പദത്തിൻ്റെ ക്രമത്തിൽ വരുന്ന ഭംഗം അല്ലെ, വാക്യത്തിൻ്റെ ഘടനയിൽ വരുന്ന മാറ്റം മൂലം. 3ാമത് പറഞ്ഞാണ് സമുച്ചയ വികല്പ നിപാത ദോഷം. 4ാമത് പറഞ്ഞതാണ് എന്ത്, വിലക്ഷണ പ്രയോഗം. അപ്പോൾ ആദ്യം വരുന്ന കേസ് വിലക്ഷണ പ്രയോഗത്തിൽ ഉൾപ്പെടുത്താം. അതൊരു പ്രയോഗത്തെറ്റാണ്. നടത്തപ്പെടും, കാണപ്പെടും, കൊടുക്കപ്പെടും, വിൽക്കപ്പെടും എന്നൊന്നും പറയരുത്. നടത്തും, വിൽക്കും, കാണും, കൊടുക്കും. പിടുന്നു വേണ്ട കേട്ടോ, നിങ്ങൾ ശരിക്കും വിട്ടുപോകും. അപ്പോൾ പിടും എന്ന് വേണ്ട. നടത്തും, വിൽക്കും അല്ലേ. നാളെ രാവിലെ 10 മണി മുതൽ പൊതുയോഗം നടത്തും, അതാണ് ശരി. 2ാമത് നോക്കുക. ഘടികാരത്തിൻ്റെ ശബ്ദം പെട്ടെന്ന് ഉച്ചത്തിലായി. ആ വാക്യം അവിടെ നിൽക്കട്ടെ, അതിന് വലിയ തെറ്റൊന്നും നമ്മൾ കാണുന്നില്ല അല്ലേ. മാവും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധം വലുതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് ആവർത്തനം അല്ലേ. ഒരേ അർത്ഥമുള്ള 2 വാക്ക് ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് പുനരുക്തി അഥവാ പൗനരുക്തി. പുനർ ഉക്തി, വീണ്ടും പറയുക. തമ്മിലുള്ള എന്ന് പറഞ്ഞാലും പരസ്പരം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമല്ലേ എൻ്റെ പിള്ളേരെ അല്ലേ. അപ്പോൾ തമ്മിലുള്ള പരസ്പരം ഏതെങ്കിലും ഒന്നുപോലെ പിള്ളേരെ. മാവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വലുതാണ്, അത് മതി. മാവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വലുതാണ്, അതാണ് ശരി. തമ്മിലുള്ള പരസ്പരം ഒരേ അർത്ഥമാണ്, ഒരുമിച്ച് വേണ്ട. അപ്പോൾ ഓപ്ഷൻ എയും തെറ്റാണ്,
അതുപോലെ തന്നെ ഓപ്ഷൻ സിയും തെറ്റാണ്. ഓപ്ഷൻ എയും തെറ്റാണ്, ഓപ്ഷൻ സിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കേ. ഏകലോകം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച പ്രഥമാവതാരകൻ ഗുരുവാണ്. പറഞ്ഞ പിള്ളേരെ, പ്രഥമാവതാരകൻ, പ്രഥമം എന്ന് പറഞ്ഞാൽ ആദ്യം എന്നാണ്. അവതാരകൻ അവതരിപ്പിക്കുന്ന ആൾ തന്നെയാണ്. അവിടെ ആദ്യമായി അവതരിപ്പിച്ച എന്ന് പറഞ്ഞാലും പ്രഥമ അവതാരകൻ എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമല്ലേ? ഒരേ അർത്ഥം ഉള്ള വാക്കുകൾ രണ്ടെണ്ണം ഒരുമിച്ച് ഉപയോഗിക്കണോ? വേണ്ട. ഇതെന്ത് ദോഷമാണ്? പൗനരുക്തിയാണ് കേട്ടോ പിള്ളേരെ. അപ്പോൾ ആദ്യമായി അവതരിപ്പിച്ച എന്ന് പറഞ്ഞാലും പ്രഥമാവതാരകൻ എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി. ഏകലോകം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുരുവാണ്, അല്ലെങ്കിലോ ഏകലോകം എന്ന ആശയത്തിൻ്റെ പ്രഥമാവതാരകൻ ഗുരുവാണ്. ഏതെങ്കിലും ഒന്ന് മതി എൻ്റെ പിള്ളേരെ. രണ്ട് അർത്ഥം വരുന്നു, അതായത് ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്ക് ഒരുമിച്ച് വേണ്ട. ഇതെന്താണ്? പൗനരുക്ത്യമാണ്. ഏകലോകം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുരുവാണ് എന്നോ അല്ലെങ്കിൽ ഏകലോകം എന്ന ആശയത്തിൻ്റെ പ്രഥമാവതാരകൻ ഗുരുവാണ് എന്നോ മതി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇല്ലേ? വലിയ തെറ്റൊന്നുമില്ലാത്തത് ഇതിന് ഉത്തരമായിട്ട് വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഘടികാരത്തിൻ്റെ ശബ്ദം പെട്ടെന്ന് ഉച്ചത്തിലായി. വലിയ തെറ്റില്ല എന്നല്ല, ആ വാക്യത്തിൽ ഒരു തെറ്റുമില്ല. ഘടികാരത്തിൻ്റെ ശബ്ദം പെട്ടെന്ന് ഉച്ചത്തിലായി, അതാണ് ശരി. ഓക്കെ, മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുൻപുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത്, സായാഹ്നത്തിന് മുൻപുള്ള സമയം എന്നതിന് ഏറ്റവും യോജിച്ച പദം ഏത്? സായാഹ്നത്തിന് മുമ്പുള്ള സമയം പറഞ്ഞു എൻ്റെ പിള്ളേരെ. സായാഹ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണെന്ന് അറിയാം അല്ലേ? സായാഹ്നത്തിന് മുമ്പുള്ളത് എന്താണ്? അപരാഹ്നം. ഓപ്ഷൻ എ ആണ് ഉത്തരം. സായാഹ്നത്തിന് മുമ്പുള്ളത് എന്താ പിള്ളേരെ? അപരാഹ്നമാണ്. മധ്യാഹ്നം എന്ന് പറഞ്ഞാൽ ഉച്ചയാണ്. ഉച്ചയ്ക്ക് മുൻപുള്ളത് എന്താണ്? മധ്യാഹ്നം, ഉച്ച. ഉച്ചയ്ക്ക് മുമ്പുള്ളത് പൂർവാഹ്നം. രാവിലെ പ്രഭാതം എന്ന് പറയും. രാവിലെ എന്താ പിള്ളേരെ പറയുക? പ്രഭാതം. അത് കഴിഞ്ഞ് എന്ത് വരും? പ്രഭാതം കഴിഞ്ഞിട്ട് എന്ത് വരും? പറഞ്ഞേ. പൂർവാഹ്നം. പൂർവാഹ്നം കഴിഞ്ഞിട്ട് എന്ത് വരും? മധ്യാഹ്നം. മധ്യാഹ്നം കഴിഞ്ഞിട്ട് എന്ത് വരും? അപരാഹ്നം. അപരാഹ്നം കഴിഞ്ഞിട്ട് എന്ത് വരും? സായാഹ്നം. ഒന്നുകൂടെ. പ്രഭാതം, പൂർവാഹ്നം. ഓക്കെ, പ്രഭാതം, പൂർവാഹ്നം, മധ്യാഹ്നം, അപരാഹ്നം, സായാഹ്നം. ഇനി പ്രഭാതം എന്നതിന് എതിർലിംഗം എന്താണ്? ക്ഷമിക്കണം, പ്രഭാതം എന്നതിൻ്റെ വിപരീതം എന്താ പിള്ളേരെ പറഞ്ഞേ? പ്രഭാതം, പ്രദോഷം. പ്രഭാതം, പ്രദോഷം. പ്രദോഷം സന്ധ്യ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, നമ്മൾ പറയില്ലേ ഡോണും ഡസ്കും. അതുപോലെ പ്രഭാതം എന്നതിൻ്റെ എതിർലിംഗം എന്താണ്? വിപരീതം എന്താണ് പിള്ളേരെ? പ്രഭാതം, പ്രദോഷം. അടുത്തത്, കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഭ്യന്തര കലാപം ഉണ്ടായത് അവിടുത്തുകാർ സഹിക്കേണ്ടി വന്നു. കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഭ്യന്തര കലാപം ഉണ്ടായത് അവിടുത്തുകാർ സഹിക്കേണ്ടി വന്നു. ഈ പ്രസ്താവനയ്ക്ക് യോജിച്ച പഴഞ്ചൊല്ല് കണ്ടെത്തുക. പിള്ളേരെ നോക്കണേ, ഇത് രണ്ട് തരത്തിൽ വരാം. ഒന്നുകിൽ പഴഞ്ചൊല്ല് കണ്ടെത്തുക, അല്ലെങ്കിൽ സമാന അർത്ഥമുള്ളത് ഏതെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ പഴഞ്ചൊല്ലാണെന്നുണ്ടെങ്കിൽ പഴഞ്ചൊല്ലിനെ എടുത്ത് കൊടുക്കണം. സമാന അർത്ഥമുള്ളത് എന്ന് പറഞ്ഞാൽ സമാന അർത്ഥം തന്നെ എടുത്ത് കൊടുക്കണം. അത് ഓർത്ത് വയ്ക്കണേ. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ ഡയറക്റ്റ് ചോദിച്ചു പഴഞ്ചൊല്ലാണ്. അപ്പം നാലും പഴഞ്ചൊല്ലായതുകൊണ്ട് നിങ്ങൾക്ക് ആശയക്കുഴപ്പത്തിനൊന്നും ഇടവരാനില്ല. ഓക്കെ, അപ്പോൾ നോക്കുക, കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ആഘാതം കൂട്ടുകയാണ് അല്ലേ? എരുതിയിൽ എണ്ണയൊഴിക്കുക. എന്താണ് പിള്ളേരെ? എരുതിയിൽ എണ്ണയൊഴിക്കുക. ഓപ്ഷൻ സി, എരുതിയിൽ എണ്ണയൊഴിക്കുക എന്നാണ്. കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഭ്യന്തര കലാപം ഉണ്ടായത് അവിടുത്തെക്കാർ സഹിക്കേണ്ടി വന്നു. നമ്മൾ പറയില്ലേ എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന് പറയും. അതാണ് ഉത്തരം. മന്ത്രോച്ചാരണം എന്ന അർത്ഥം പിരിച്ചെഴുതുമ്പോൾ വരുന്നത് പറഞ്ഞ പിള്ളേരെ മന്ത്ര പ്ലസ് ഉച്ചാരണം അല്ലേ പിള്ളേരെ? മന്ത്രോച്ചാരണം, മന്ത്ര പ്ലസ് ഉച്ചാരണം, മന്ത്രോച്ചാരണം. അടുത്തത്, സൗന്ദര്യം എന്ന പദത്തിന് പര്യായമായി വരുന്നത്. പര്യായം പറഞ്ഞേ. സൗന്ദര്യം, അഴക്, ലാവണ്യം. അഗ്നി, അഗ്നി എന്ന് പറഞ്ഞാൽ അനലൻ എന്നാണ്. നമ്മൾ എന്തിനെയാണ് പിള്ളേരെ അണയ്ക്കുക? അഗ്നിയല്ലേ? അപ്പോൾ അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അനിലൻ എന്താ പിള്ളേരെ? അനിലൻ, അനിലനിലൊരു വള്ളിയുണ്ട് അല്ലേ? വള്ളിയിൽ ആരാടും അല്ലേ? വള്ളി എന്തിലാടുക എന്ന് ഓർത്താൽ മതി. വള്ളിയിൽ ആരാടുന്നല്ല, കാറ്റിലാണ് വള്ളി ആടാന്ന് ഓർക്കുക. അപ്പോൾ അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. വള്ളി ഉണ്ടെങ്കിൽ വള്ളി ആടുന്നത് എന്തിനാ? കാറ്റിലാണ്. അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. നമ്മൾ എന്തിനാണ് അണയ്ക്കുക പിള്ളേർ? അഗ്നിയാണ്. അതോടെ ഓർത്ത് വയ്ക്കണം. സൂര്യൻ, ഇനൻ, മാർത്താണ്ഡൻ, ദിവാകരൻ, ദിനകരൻ. സൂര്യൻ എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്ഥിരമുള്ള ആളാണ്. പറഞ്ഞേ. സൂര്യൻ, അർക്കൻ, ഇനൻ അല്ലേ? മാർത്താണ്ഡൻ. ഒന്നുകൂടെ പറയണം. സൂര്യൻ എന്നാണ് ഞാൻ പറയുന്നത്. അർക്കൻ, ആദിത്യൻ, ഇനൻ, മാർത്താണ്ഡൻ, ദിവാകരൻ, ദിനകരൻ, പകൽമണി. ഓക്കെ, പകൽമണി, രവി. എന്താണ്? രവി. അപ്പോൾ സൂര്യൻ, അർക്കൻ, ആദിത്യൻ, ഇനൻ, മാർത്താണ്ഡൻ, രവി, ദിനകരൻ, ദിവാകരൻ, പകൽമണി എന്നൊക്കെ ഓർത്ത് വയ്ക്കണം. ഇനി ബലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഊർജ്ജം എന്നുള്ള അർത്ഥത്തില്ല. ഇല എന്താണ്? പത്രം എന്ന് ഓർക്കണം. ദലം, ദളം. ള ആണെങ്കിൽ എന്താ പിള്ളേരെ? ഇതളെന്ന. ലം ആണെങ്കിൽ ഇല എന്ന്. അഴക്, ലാവണ്യം, സൗന്ദര്യമാണ് അല്ലേ? ശോഭ, കാന്തി അല്ലേ? ഒളി, അഴക്. ശോഭ, കാന്തി, ഒളി, അഴക്, ലാവണ്യം ഒക്കെ എന്താണ്? സൗന്ദര്യമാണ്. വെണ്മ,
വെണ്മ എന്ന പദം പിരിച്ചെഴുതാൻ ചോദിക്കും പിള്ളേരെ, അത് ഓർത്ത് വയ്ക്കണേ. വെണ്മ, വെളു പ്ലസ് മ അല്ലെങ്കിൽ വെൾ പ്ലസ് മ. ഇനി പിള്ളേരെ ള് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഒരു അർത്ഥമാണെന്ന് ഓർക്കണേ, ഒരു സ്വരീകൃത വ്യഞ്ജനാണെന്ന് ഓർക്കണേ. അപ്പോൾ ഉള് പ്ലസ് മായാണ് എൻ്റെ പിള്ളേരെ ഉണ്മ, അതോട് ഓർക്കണം. ഉള് പ്ലസ് മായാണ് ഉണ്മ. വെളു പ്ലസ് മായാണ് പിള്ളേരെ എന്ത്? വെണ്മ. വെളു പ്ലസ് മ വെണ്മയാണ്. വെളു പ്ലസ് മ വെണ്മ. വെളു പ്ലസ് മ വെണുമ, നായുടെ പകുതി. ഓക്കെ, അതോടെ ഓർത്ത് വയ്ക്കണം. ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. തോയം എന്താണ്? അപ്പ്, സലിലം, തോയം എന്താ? വെള്ളം അല്ലേ? സലിലം, അപ്പ്, തോയം, നീര്, വാരി, ജലം, അമ്പു, പയസ് ഒക്കെ എന്താണ്? വെള്ളമാണ്. ഉദകം. ഓക്കെ, അപ്പോൾ ഉദകം, അപ്പ്, സലിലം, തോയം എല്ലാം വെള്ളം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.